ഹായ്. തോമസ് കെ സെബാസ്റ്റ്യൻ സംവിധാനം ചെയ്ത് 2025 മലയാള ഭാഷാ മിശ്രിത ത്രില്ലർ സിനിമയാണ് അം ആ. ദിലീഷ് പോത്തൻ, ദേവദർശിനി എന്നിവർ പ്രധാന കഥാപാത്രമായിട്ട് അവതരിപ്പിച്ച ഈ ചിത്രത്തിൽ ജാഫർ ഇടുക്കി, മീര വാസുദേവ്, ടി രവി, പിന്നെ മാല പാർവതി, ശ്രുതി ജയൻ, നവാസ് വള്ളിക്കുന്ന് എന്നിവരും അഭിനയിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ സിനിമ അല്ലെങ്കിൽ ഈ സിനിമയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതൊരു ചെറിയൊരു ത്രില്ലർ തരുന്നുണ്ട്. ഒരു ഹാഫ് ടൈം വരെ ഈ സിനിമ കുറച്ച് നമുക്കൊരു ത്രില്ലർ തരും. അതായത് ഇപ്പോ നമ്മുടെ ദിനേശ് പോത്തൻ എന്തിനാണ് അങ്ങോട്ട് വന്നത്, അതായത് ആള് വരുന്നത് ഒരു റോഡ് പണിക്ക് വേണ്ടിയിട്ടാണ്. പക്ഷെ ആ പണിയെ സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങളല്ല അവിടെ നടക്കുന്നത്. ഒരു അന്വേഷണം നടക്കുന്ന പോലെയാണ് ഒരു ഹാഫ് ടൈം വരെ നമ്മൾ കൊണ്ട് എത്തിക്കുന്നത്. അതായത് ഒരാള് തപ്പി ഇറങ്ങുന്നു, അയാൾ എന്തിനാണ് ഇവിടെ വന്നത്, എങ്ങനെയാണ് വന്നത്, പിന്നെ എത്ര നാളായി വന്നത് എന്നുള്ള രീതിയിലും, ഇനിയിപ്പോ ഇതൊരു കൊലപാതകം കഴിഞ്ഞിട്ട് വന്നതാണോ അല്ലെങ്കിൽ എന്തെങ്കിലും മോഷണ ശ്രമമായിട്ട് വന്നതാണോ, അങ്ങനെ കുറച്ച് ത്രില്ലടിപ്പിക്കുന്ന ഒരു സിനിമ ആയിട്ടാണ് ഹാഫ് ടൈം വരെ ഈ സിനിമ പോകുന്നത്. അതിനുശേഷം ഹാഫ് ടൈമിന് ശേഷം പിന്നെ കഥ പോകുന്നത് ഒരു ചെറിയൊരു കൊച്ചിന്റെയും ഒരു അമ്മയുടെയും കഥയാണ്. അതായത് ഈ കൊച്ച് എങ്ങനെയാണ് ഈ അമ്മയ്ക്ക് കിട്ടുന്നത് എന്നുള്ള രീതിയിലുള്ള ഒരു സ്റ്റോറി മുന്നോട്ട് പോകുന്നുണ്ട്. പിന്നെ ആ സ്റ്റോറി മുന്നോട്ട് പോകുന്നതിൽ കൂടെ തന്നെ ഈ നമ്മുടെ ദിനേശ് പോത്തൻ ഈ കേസിനെ കുറിച്ചിട്ടുള്ള എങ്ങനെയാണ് ഈ സംഭവങ്ങളൊക്കെ നടന്നിട്ടുള്ളത് എന്നുള്ളതൊക്കെ അന്വേഷിക്കുന്നുമുണ്ട്. അതാണ് ഈ സിനിമ മെയിനായിട്ട് പറയുന്നത്. അപ്പോൾ ഒടുവിൽ ഈ സിനിമയുടെ എൻഡ് വരുന്ന എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ ആ അമ്മ മരണപ്പെടുന്നുണ്ട്. ഈ കൊച്ചിനാണെങ്കിൽ സംസാരിക്കാനുള്ള ശേഷിയോ കാര്യങ്ങളൊന്നും ഇല്ല. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ഈ കൊച്ചിനെ അച്ഛനും അമ്മയും ഉപേക്ഷിക്കുന്നത്. അതായത് ഇവിടെ ഈ കൊച്ചിനെ ഉണ്ടാക്കുന്നത് എങ്ങനെയാ ചോദിച്ചു കഴിഞ്ഞാല് ഒരു വാടക ഗർഭം എടുത്തിട്ട് അതിലൂടെയാണ് ഈ കൊച്ചിന് ജന്മം നൽകുന്നത്. പക്ഷെ ജന്മം നൽകി കുറച്ച് കഴിഞ്ഞപ്പോൾ ഈ കൊച്ചിന് സംസാര ശേഷിയില്ല, അങ്ങനെയുള്ള അസുഖങ്ങൾ ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കിയപ്പോൾ ഇതിന്റെ ശരിക്കുള്ള അച്ഛനും അമ്മയും ഈ കൊച്ചിനെ എടുക്കാതെ, അതായത് വളർത്താതെ ഈ വാടകഗർഭം ആർക്കാണോ ചെയ്തത് അവരുടെ കയ്യിൽ തന്നെ ഉപേക്ഷിച്ചിട്ട് ഇവർ പോവുകയാണ്. അവരിൽ നിന്നാണ് ഈ കൊച്ചിനെ ഈ അമ്മക്ക് കിട്ടുന്നതൊക്കെ. അങ്ങനെ ഇതിന്റെ എൻഡ് ഓഫ് ലോട്ട് വരുന്ന സമയത്ത് ഈ അമ്മ മരണപ്പെട്ട് പിന്നെ ഈ കൊച്ച് ഒറ്റക്കാവും. അപ്പൊ ഈ ഒറ്റക്കാവുന്ന കൊച്ചിനെ നമ്മുടെ ദിനേശ് പോത്തനും അദ്ദേഹത്തിന്റെ വൈഫും ഏറ്റെടുക്കുന്നുണ്ട്. അപ്പൊ അതിനുള്ളൊരു കാരണം വേറെ ഉണ്ട്. ഈ ദിനേശ് പോത്തന്റെ വൈഫ് ഇതേപോലെ പ്രസവിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയിലാണ് പോകുന്നുണ്ടാവുക. അപ്പോൾ ആ ഒരു അവസ്ഥയിൽ നിന്നും മാറാൻ വേണ്ടി ഈ കൊച്ചിനെ ലാസ്റ്റ് ഇവര് എടുക്കുന്നുണ്ട്. ഇതിലിടക്ക് നമ്മുടെ ജാഫർ ഇടുക്കി പഞ്ചായത്ത് മെമ്പറായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ തന്നെ സിനിമയിൽ ഒരുവിധ ആൾക്കാരെല്ലാവരും നല്ല രീതിയിൽ തന്നെ അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ ഈ സിനിമയിലെ സ്ഥലം നല്ല രസമുള്ള ഒരു വിഷ്വൽ ബ്യൂട്ടി ആയിട്ടുള്ള ഒരു സ്ഥലം തന്നെയാണ്. ആ കാടും അരുവികള് അങ്ങനെയുള്ള കുറെ കാര്യങ്ങളൊക്കെ സിനിമയിൽ കാണിക്കുന്നുണ്ട്. പിന്നെ ഇടയ്ക്ക് തലക്കൊരു ഹൊറർ തരുന്ന പോലെ ചെറിയൊരു സാധനം ഇതിലൊക്കെ വന്നു പോകുന്നുണ്ട്. പടം കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു മൂവി തന്നെയാണ്. നമുക്ക് ബോറടി ഒന്നുമില്ല. ഒരു തന്നെ പറഞ്ഞല്ലോ, ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സ്റ്റോറി തന്നെയാണ് ഫസ്റ്റ് ഹാഫ് വരുന്നത്. അതിനുശേഷം വേറെ ഒരു ഫാമിലി സ്റ്റോറി ആയിട്ട് പോകുന്നുണ്ട്. പിന്നെ ഈ സിനിമയുടെ നമ്മുടെ തിരക്കഥ ഒക്കെ എഴുതിയിട്ടുള്ളത് കവിപ്രസാദ് ഗോപിനാഥാണ്. മ്യൂസിക് ചെയ്തിട്ടുള്ളത് ഗോപി സുന്ദറാണ്. അപ്പോൾ നല്ല രസത്തിലുള്ള കുറച്ച് മ്യൂസിക് ഒക്കെ ഇതിൽ വരുന്നുണ്ട്. അതായത് ബാക്ക്ഗ്രൗണ്ട് സ്കോർ ആണെങ്കിലും ഇടക്കും നിലക്കും വരുന്ന ചെറിയ ചെറിയ പാട്ടുകളൊക്കെ ആണെങ്കിലും നല്ല രസമുണ്ട്. ഞാൻ പിന്നെ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹാഫ് ടൈമിന് ശേഷം ഈ ഒരു ഫാമിലി സ്റ്റോറി വന്നപ്പോൾ കുറച്ചൊന്ന് ലാഗായ പോലെ തോന്നും. പക്ഷെ പടം 1 മണിക്കൂറും 49 മിനിറ്റ് 50 മിനിറ്റിന്റെ അടുത്ത് തന്നെ ഈ സിനിമയുള്ളൂ. എന്തായാലും ഈ സിനിമ നിങ്ങളൊന്ന് കണ്ടു നോക്കും. നല്ല സിനിമയാണ്. കാണാത്തവരുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ കണ്ടോളൂ. ഞാൻ പറഞ്ഞില്ലേ, ഒരു ത്രില്ലർ ആൻഡ് ഒരു ഫാമിലി സ്റ്റോറി ആയിട്ട് പോകുന്ന ഒരു സിനിമയാണ് എന്ന് പറയുന്ന ഒരു സിനിമ. അപ്പൊ കാണാത്തവർ വേഗം കണ്ടോളൂ. കണ്ടവരെന്തായാലും നിങ്ങൾ അഭിപ്രായം അറിയിക്കണം. അപ്പോൾ നമുക്ക് അടുത്ത സിനിമയുടെ വിശേഷമായിട്ട് വീണ്ടും കാണാം. ഓക്കെ, ബൈ.